അവനിത് എവിടെ പോയി കിടക്കാം? എത്ര നേരമായി, എനിക്കാണെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ല. മമ്മി, അവനിപ്പോ വരും. സമാധാനിക്കും, ചേച്ചിക്കൊന്നും വരില്ല. എങ്ങനെ സമാധാനിക്കാന്ന് ഞാൻ? ഈശ്വര, എൻ്റെ മോളൊക്കൊന്നും പറ്റല്ലേ. എടാ കിച്ചു, നീ ഇങ്ങനെ കരയല്ലേ? അവൾക്കൊന്നും പറ്റില്ല. എനിക്കറിയില്ല, എനിക്കെന്തോ പോലെ അവൾക്ക് എന്തെങ്കിലും. ഇത്ര നേരമായിട്ട് എന്താ അവരൊന്നും പറയാത്ത? അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പോൾ ആക്സിഡന്റ് കേസായി വന്ന കുട്ടിയുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഞാനാ. ഓക്കെ, നിങ്ങളാ കുട്ടിയുടെ ആരാണ്? ഞാൻ സിസ്റ്ററാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ മോൾക്ക്? ഓ ഓക്കെ, ബട്ട് സോറി ടു സേ, ഇവിടെ കൊണ്ടുവന്നപ്പോഴേ നല്ല ഹെഡ് ഇഞ്ചറി ഉണ്ടായിരുന്നു. സോറി, ഞങ്ങൾക്ക് കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്താ പറഞ്ഞേ? എൻ്റെ മോള് എന്നെ വിട്ടു? നിങ്ങൾ കള്ളം പറയുമല്ലേ? ഒരിക്കലും എന്നെ വിട്ട് പോവാൻ പറ്റില്ല. അവളല്ലാതെ വേറെ ആരും എനിക്ക്. സി, ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ ഇങ്ങനെ ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, നമുക്കിനൊന്നും ചെയ്യാനില്ല. ഷീ ഈസ് നോട്ട് അലൈവ്. എനിക്ക് അവസാനമായി അവളൊന്ന് കാണണം, പ്ലീസ്. ഓക്കെ, 5 minutes, അതിലും കൂടുതൽ എടുക്കരുത്. കാലങ്ങൾ പിൻവാങ്ങിയോ, കനലായി മാറുന്നു മൗനം. ഇനിയില്ല ഈ മണ്ണിലൊന്നും നെഞ്ചോരം. കൃഷ്ണ, കണ്ണു തുറക്കും, എന്നെ ഒന്ന് നോക്ക്. ഞാൻ കാണണമെന്ന് പറഞ്ഞിട്ട് പിന്നെന്ത് കാണാതെ പോയി? എന്നോട് ദേഷ്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ നോക്കാതെ? കണ്ണു തുറന്നെന്നെ നോക്ക്. അറ്റ്ലീസ്റ്റ് രണ്ട് ചെയ്തെങ്കിലും വിളിക്കും. കണ്ണു തുറന്ന് നോക്കുക. എനിക്ക് സഹിക്കും. പ്ലീസ്, ഞങ്ങളെ വിട്ട് പോകല്ല. അതെ, മതി. അധിക നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ബാക്കി ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞാൽ ബോഡി വിട്ടു തരാം. പ്ലീസ് വെയിറ്റ് ഔട്ട് സൈഡ്. കൃഷ്ണ, അവർ പറഞ്ഞോണിയല്ലേ? എൻ്റെ മോൾ അവൾ എന്നോട് സംസാരിച്ചില്ലേ? പറ, അവൾ ഓക്കെ അല്ലേ? വേണേ 2 മുറിവുണ്ടായിരിക്കും, അതല്ലാതെ അവൾക്ക് വേറെ ഒന്നുമില്ലല്ലോ. ഹലോ മാമ. കിച്ചു, നീ എവിടെയാ കിച്ചു? എത്ര നേരമായത്? ഞാൻ ഹോസ്പിറ്റലുണ്ട് മാമ. ആണോ? അന്ന് വേഗം വാ മോനെ. നമ്മുടെ സ്നേഹമോളെ പ്രസവിച്ചു. നീ ഒരു അച്ഛനായി കിച്ചു. പെൺകുഞ്ഞ, നീ വേഗം വാ. മനുഷ്യ, എത്ര നേരാ പോയിട്ട്?
നിങ്ങളിത് എവിടെയാ? വീട്ടിലോട്ട് വരുന്നതിന് വിചാരമുണ്ടോ? സമയം പോയിക്കൊണ്ടിരിക്കട്ടോ. അവരെല്ലാരും റെഡിയായി. ഇനി നമ്മളിവിടെ നിന്ന് എപ്പോ ഇറങ്ങാനും? വേഗം വരാൻ നോക്ക് ഗൗതമേട്ട. ഓ മൈ ഡിയർ വൈഫി, ഇതാ ഞാൻ എപ്പോ എത്തും? ഒരു 10 minutes പ്ലീസ്. അത് വരും നടന്ന്. എന്തായി, അവൻ എത്താറായോ? ആ മമ്മി, ഒരു 10 മിനിറ്റ് ഇപ്പൊ എത്തും. നീ വേഗം റെഡിയാവാൻ നോക്കി. നീ ആ ഞങ്ങളെന്ന് ഇറങ്ങാം. നീ അവനും കൂടി വരാൻ നോക്ക്. ശരി. ഓ, നിങ്ങൾ വന്നോ? അല്ല, കൃതിയും മമ്മിയും പപ്പയൊക്കെ എവിടെ? അവരെ കണ്ടില്ലല്ലോ. പപ്പ മമ്മി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കൃതി ഗൗതമിന്റെ കൂടെ വരും. അല്ല, മോള് വന്നില്ലേ? അവളെവിടെ? അയ്യോ, അവൾ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ടെൻഷൻ ആവണ്ട, അവളിവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. വാ നമുക്ക് നോക്കാം. ഇന്നലെ ഞാൻ ചോക്ലേറ്റ് തിന്നു. പക്ഷേ മമ്മിക്ക് എടുത്തു വെച്ചില്ല. ഞാൻ നാളെ എടുത്തു വെക്കാമേ. നീ വിളിക്കുമ്പോ വരണം കേട്ടോ. പക്ഷേ മോളെ വിളിക്കണം. ആ നാളെ ആവട്ടെ, ഞാൻ വിളിക്കാം കേട്ടോ. പക്ഷെ കിച്ചനെ കണ്ട എന്നെ ചീത്ത പറയും. ഇല്ലെന്നേ, കൃഷ്ണ വഴക്കം പറയില്ല. കൃഷ്ണ പാവല്ലേ, നമ്മുടെ കൃഷ്ണല്ലേ. ആ ശരിയാ, പപ്പ പാവാ, എനിക്കറിയാലോ. ദേ നിൽക്കുന്നവള് മനുഷ്യനെ പിടിപ്പിക്കാൻ. പപ്പയുടെ ഇവമോളെ ഞങ്ങളെ പേടിപ്പിച്ചല്ലോ. ആരും നോക്കി നിൽക്ക അവിടെ. ആരോടാ ഈ സംസാരിക്കുന്നേ? പപ്പ, മമ്മ, ഞാനേ യുവമ്മയോട് സംസാരിക്കായിരുന്നു. ആണോ? എന്നിട്ട് യുവമമ്മി എന്തോ പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത്? അത് സീക്രട്ട്, അത് പറയില്ല. അത് പറഞ്ഞ മമ്മി എന്റെ അടുത്ത് പിണങ്ങും. ഇത് കണ്ടല്ലേ? ഈ ബട്ടർഫ്ലൈ ആണോ എന്റെ കുഞ്ഞിന്റെ മമ്മി? അതേലോ, ഇതാ എന്റെ മമ്മി. എന്നോട് കുറെ സംസാരിച്ചു. ആണോ? സംസാരിക്കെങ്കിൽ നമുക്ക് പോയാലോ? ആ പോവാലോ.